യുഎഇയും സൗദി അറേബ്യയും വൻതോതിൽ ആയുധങ്ങൾ വാരിക്കൂട്ടുകയാണ്. സുരക്ഷാ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങൾ മറ്റു രാജ്യങ്ങളുമായി കരാറുണ്ടാക്കിക്കൊണ്ട് ആയുധങ്ങൾ വാങ്ങുന്നത് എന്നാണ് രണ്ട് രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. $5 ബില്യൺ ഡോളറിന്റെ കരാറാണ് സൗദി അറേബ്യയും തുർക്കിയുമായിട്ട് ഉണ്ടായത്. ഏറെക്കുറെ പകുതിയോളം ആയുധ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നു. 63.56 ബില്യൺ ദിർഹത്തിന്റെ കരാറാണ് യുഎഇയും ഫ്രാൻസും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ യുഎഇ അതിന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് 2021 ഡിസംബറിൽ അന്നത്തെ അബുദാബിയുടെ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോണുമായിട്ടുണ്ടാക്കിയ ഒരു ചർച്ചയോടനുബന്ധിച്ച് ഒരു കരാറായി രൂപപ്പെടുകയായിരുന്നു. അത് തങ്ങൾ ഇപ്പോൾ പ്രാബല്യത്തിൽ വരുത്തുകയാണ് ചെയ്യുന്നത്. 80 യുദ്ധവിമാനങ്ങൾ, റഫേൽ പോർ വിമാനം, ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ, മറ്റ് യുദ്ധ സാമഗ്രികളും സംവിധാനങ്ങളും അങ്ങനെ തുടങ്ങി രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതും അതോടൊപ്പം തന്നെ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാവുന്ന അക്രമത്തെ പ്രതിരോധിക്കാനും തീർച്ചയായിട്ടും ആയുധങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ മേഖലകളിൽ നിലവിൽ അനിവാര്യമായി വന്നിരിക്കുകയാണ്. 2-3 വിഷയം ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവർ പറയുന്നു. ഒന്ന്, സമാധാനത്തിനുള്ള ആണവായുധം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകണം എന്ന് മിഡിൽ ഈസ്റ്റിന്റെ മേഖലകൾക്ക് വേണ്ടി സൗദി അറേബ്യ അമേരിക്കയോടും UN സഭയോടും അഭ്യർത്ഥിച്ചിരുന്നു. അമേരിക്കയോടാണ് ഈ നിർദ്ദേശം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. അത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത് പരസ്യമായിട്ട് പുറത്തു വന്നത്. അത് യുദ്ധത്തിന് ശേഷമാണ് വന്നത് എന്നും പറയുന്നു. ഏതാണ് അവർ പറഞ്ഞത്? മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, അനുമതി നൽകണം എന്നാണ്. അമേരിക്ക ഒറ്റയടിക്ക് തന്നെ അങ്ങനെ ഒരു അനുമതി നൽകാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതേ കാര്യം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അമേരിക്കയോട് തന്നെ വീണ്ടും യുഎഇ ആവശ്യപ്പെട്ടു. സമാനമായ ക്രിസ്തുതി വിശേഷം അവർ അങ്ങനെ തന്നെ അത് നിരാകരിച്ചു. വീണ്ടും ഈ അറേബ്യൻ മേഖലകൾക്ക് വേണ്ടി, അറേബ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു രാജ്യം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അതിന്റെ രാജ്യത്തിന്റെ പേരൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു. അവർ പറയുന്ന കാര്യം, മിഡിൽ ഈസ്റ്റിന്റെ മേഖലയിൽ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് പ്രതിരോധ സംവിധാനമോ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയമോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിത കവചം ഒരുക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങൾ ഉണ്ടായിരിക്കെ ഇതൊരു ആയുധ മേഖലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ അനുമതി നൽകാത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഭയപ്പാടുണ്ടാക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം തരാൻ വേണ്ടി അമേരിക്ക അവിടെ തയ്യാറാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടില്ലേ, കുവൈത്തിനെ ആക്രമിച്ച സമയത്ത്, അമേരിക്ക ഇറാഖ് ആക്രമിച്ച സമയത്ത് പ്രതികരിച്ചതും പ്രതിരോധിച്ചതും സംരക്ഷിച്ചതും കുവൈറ്റിന്റെ ഭരണാധികാരികൾക്ക് ആ രാജ്യത്തെ പിടിച്ചു നൽകിയതും ഞങ്ങൾ തന്നെയാണ്. ഇതാണ് അതിന് പറയുന്ന മറുപടി. എന്നാൽ ഈ കാര്യത്തിലൊന്നും ഈ സൗദി അറേബ്യ അടങ്ങുന്ന രാജ്യങ്ങൾക്ക് സംതൃപ്തിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 100% അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അവർക്കൊക്കെ ബോധ്യമായിരിക്കുന്നു. UN സഭയിൽ ഈ കാര്യം സൗദി അറേബ്യ ഉന്നയിച്ചു. സൗദി അറേബ്യ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഉന്നയിക്കപ്പെട്ടത്. സമാധാന ആണവ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആണവ നിലയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ആണവ പദ്ധതി നിർമ്മിക്കാനുള്ള അനുമതി നൽകണം. എന്നാൽ ആ UN സഭയിൽ തന്നെ ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് അമേരിക്ക സംസാരിച്ചു. അത്തരം ഒരു കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ അത്തരം സംവിധാനം നൽകാൻ വേണ്ടി തയ്യാറല്ല. ബദൽ സംവിധാനം ഉണ്ടാക്കണം. എന്താണ് ബദൽ സംവിധാനം എന്ന് പത്രക്കാർ ചോദിച്ച സമയത്ത് അമേരിക്ക അതിന് മറുപടി പറഞ്ഞു. ഏറ്റവും കൂടുതൽ പെട്രോളിയം നിർമ്മിക്കുന്ന രാജ്യമാണ് ഇത് ആവശ്യപ്പെട്ടത് എന്നതിനാൽ അവർക്ക് ഇതിലൂടെ ഈ സമാധാനത്തിനുള്ള അല്ലെങ്കിൽ ആണവ നിലയവുമായിട്ട് ബന്ധപ്പെടാത്തതിന്റെ കാര്യത്തിന് കറണ്ട് പോലെയുള്ള ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ ഭൂപ്രദേശത്ത് ഉണ്ടായിരിക്കെ ആണവ നിലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി അവർ ചോദിച്ച രീതി തന്നെ ശരിയല്ല, ചോദിച്ചതിന് തെറ്റാണ് എന്ന രീതിയിലാണ്. ഇങ്ങനൊരു സംഭവം വന്നതോടുകൂടി യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയോടുള്ള താല്പര്യം തീരെ കുറഞ്ഞു വന്നു. അതിന് അവർ പറയുന്ന കാര്യം, ഈ മേഖലയിൽ അല്ലെങ്കിൽ അറേബ്യൻ ഈ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ആണവായുധ ഉള്ള രാജ്യങ്ങളിൽ പ്രധാനിയായിരിക്കുന്ന രാജ്യത്തിന്റെ പേര് ഇറാനാണ്.
ഇറാനുമായിട്ട് പല ഘട്ടങ്ങളിൽ കൊമ്പ് കോർത്തിട്ടുണ്ടെങ്കിലും സഹകരണ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് വിഷയം കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു യുദ്ധത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ അതല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള ലോക സൈനിക ശക്തി, ഈ ഇസ്രായേൽ പോലെയുള്ള സൈനിക ശക്തിയൊക്കെ ഇറാനെ ഇപ്പോഴും ഭയപ്പെടാനുള്ള കാരണം അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു സുരക്ഷാ സംവിധാന കവചങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് തങ്ങളുടെ പ്രദേശത്തിനും ഭൂപ്രദേശത്തിനും ജനങ്ങൾക്കും സംവിധാനത്തിനും ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവുകയും മറ്റു രാജ്യങ്ങൾ വളരെ പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റുന്ന രാജ്യങ്ങളായി തങ്ങളുടെ പേര് ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്നുകൂടി ഇതിന്റെ കൂടെ പറയുകയാണ്. അതിനവർ ഉദാഹരണം പറയുന്ന കാര്യം വിശാല ഇസ്രായേൽ സ്ഥാപിക്കണം എന്നുള്ളത് ഇസ്രായേൽ രാജ്യത്തിന്റെ എല്ലാ കാലത്തെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ്. അതിനോടനുബന്ധിച്ച് അവർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇതിനോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ ചില നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അത് UN സഭയിൽ വെച്ചാണ് ആ നിലപാട് പറഞ്ഞത്. ഞങ്ങളുടെ വിശാല ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ സാമ്രാജ്യം എന്ന് പറയുന്നത് അതിൽ ജോർദാന്റെ പേര് ജോർദാൻ, ലെബനാൻ, ഈജിപ്ത്, ഇറാഖ് അങ്ങനെ പോയിട്ട് എവിടെ എത്തുന്നത് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ പേര് പോലും പരാമർശിക്കുന്നു. ആ ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിശാല ഇസ്രായേൽ സാമ്രാജ്യം തങ്ങൾ ഉണ്ടാക്കുക. അതിന്റെ കൂടെ പറയുന്ന കാര്യം അവിടെ പോലും ഇറാന്റെ പേര് പറയാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ പേര് അവിടെ പരാമർശിച്ചിരുന്നെങ്കിൽ അത് വലിയ രീതിയിലുള്ള വിവാദമാവുകയും ഒരുപക്ഷെ ഈ ഇറാന്റെ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട് അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ധൈര്യത്തിലും വളരെ ശക്തിയായ രീതിയിലും ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ഇറാനെ പോലെ മറ്റൊരു രാജ്യമില്ലാത്തത് അവരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ശത്രു രാജ്യങ്ങളെ ആക്രമിക്കാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആണവായുധത്തിന്റെ സംവിധാനമുണ്ട് എന്നതിനാലാണ്. അതുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ കരണ്ട് പോലെയുള്ള സംവിധാനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുമാണ് എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മേഖല ആണവായുധത്തിന്റെ മേഖലയായി മാറിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാവും എന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു. ഇസ്രായേലിന്റെ നയനിലപാടിന് അപ്പുറമായി പ്രവർത്തിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും അമേരിക്ക തയ്യാറാകുന്നില്ല. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായി ആണവായുധ ശക്തിയായി ഇസ്രായേൽ അവിടെ നിലനിൽക്കുക എന്നുള്ളത് അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ മറ്റു രാഷ്ട്രങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഭയപ്പെടുത്തിയിട്ടോ ഇവർക്ക് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി സാധിക്കൂ. മാത്രമല്ല അമേരിക്കയുടെ ആയുധങ്ങൾ ഈ വിപണിയിൽ വിറ്റ് ചെലവാകണമെങ്കിൽ അവിടെ ഒരു ശത്രു രാജ്യം നിർബന്ധമായിട്ടും നിലനിൽക്കേണ്ടതാണ്. അപ്പോൾ ഇസ്രായേലിനെ നിലനിർത്തണമെങ്കിൽ ഇവരുടെ കയ്യിൽ ശക്തി ഇല്ലാത്ത ഒരു സ്ഥിതി വിശേഷം വരണം. ഭരണാധികാരികൾ മാറി വരുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ഭരണാധികാരിയാണ് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം തങ്ങൾ കണ്ടത് ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ് എന്നുകൂടി ഇതിനിടയിൽ അമേരിക്കയുടെ പ്രതിനിധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് യമന്റെ ആക്രമണമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദാരിദ്ര്യ രാജ്യങ്ങളുടെ ലിസ്റ്റിലാണ് യമന്റെ പേരുള്ളത്. ലോക സൈനിക ശക്തിയിൽ 45ന്റെ താഴെയാണ് 45ന്റെ 65ന്റെ താഴെയാണ് യമന്റെ പേരുള്ളത്. ആ യമനാണ് ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന അമേരിക്കയെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം. ലെബനാന്റെ പേരും അതിന്റെ കൂടെ പറഞ്ഞു. ലെബനാന് 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വിപുലമായിരിക്കുന്ന ആധുനിക സംവിധാനങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് നിരന്തരം എന്ന തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള അവരുടെ ധൈര്യം അത് ഭയങ്കരമാണ്. അത് തങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ്. ഈ ഏറെക്കുറെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. ഇറാഖിൽ നിന്നും ഇസ്രായേൽ നേരെ ആക്രമണം ഉണ്ടായി. ബലത്തിലും സൈനിക ശക്തിയിലും തുലവും കുറവുള്ള ബഹ്റൈനിൽ നിന്നും ആക്രമണം ഉണ്ടായി. അപ്പൊ അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമാണ് പല രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായത് എന്നതിനാൽ അത്തരമൊരു ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് തങ്ങൾ ആണവായുധ അനുമതി നൽകാത്തത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന മറുപടി. ഇതിന് എന്ത് പ്രതിരോധം ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് തങ്ങൾ ആലോചിച്ചു വരുന്നു എന്നാണ് സൗദിയുടെയും UAEയുടെയും ഭാഗത്തുനിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.